ലോകം വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലാണോ അതോ സൂപ്പർ പവർ എന്ന് നമ്മൾ വിളിക്കുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ മണ്ണിൽ ശരിക്കും ചുവട് പിഴച്ചോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ 5th ജനറേഷൻ സ്റ്റെൽത്ത് യുദ്ധവിമാനം, അതാണ് F-35 ലൈറ്റ്നിംഗ് 2. ശത്രുവിന്റെ ഒരു റഡാറിനും പിടികൊടുക്കില്ല എന്ന് അഹങ്കരിച്ച അമേരിക്കയുടെ ഈ കോടികൾ വിലമതിക്കുന്ന വിമാനത്തെ ഇറാൻ വെടിവെച്ചിട്ടിരിക്കുന്നു. വെറും ഈ ഒരു വിമാനം മാത്രമല്ല, യുഎസിന്റെ അഭിമാനമായ F-15 യുദ്ധവിമാനങ്ങൾ, ആകാശത്തെ ഭീമന്മാരായ MQ-9 റീപ്പർ ഡ്രോണുകൾ, പിന്നെ റീഫ്യൂലിംഗ് വിമാനങ്ങൾ അടക്കം 42 യുഎസ് മിലിറ്ററി എയർക്രാഫ്റ്റ്സ് ആണ് ഇറാനുമായുള്ള യുദ്ധത്തിൽ തകരുകയോ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിന്റെ കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് CRS പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. വെറും വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ ഒരൊറ്റ ഓപ്പറേഷൻ കൊണ്ട് ട്രംപ് സർക്കാരിനുണ്ടായ സാമ്പത്തിക ബാധ്യത ഏകദേശം $29 ബില്യൺ ആണ്. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ലക്ഷക്കണക്കിന് കോടി രൂപ വരും. ഇറാൻ വെറും ഒരു ഭീഷണി അല്ല എന്നും തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം അമേരിക്കയുടെ അഹങ്കാരത്തെ തകർക്കാൻ കെൽപ്പുള്ളതാണ് എന്നും തെളിയിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടിന് പിന്നാലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് ഒരു തുറന്ന താക്കീത് നൽകിയിരിക്കുകയാണ്. ഇത് തുടക്കം മാത്രമാണ്. ഇനി യുദ്ധത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇതിലും വലിയ സർപ്രൈസുകൾ അമേരിക്കയെ കാത്തിരിപ്പുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എങ്ങനെയാണ് ഇറാൻ അമേരിക്കയുടെ ആകാശ കരുത്തിനെ തകർത്തത്? എന്താണ് ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി? പരിശോധിക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ പുതിയ റിപ്പോർട്ടിലേക്ക് വരാം. അമേരിക്കൻ പാർലമെന്ററി കമ്മിറ്റികൾക്ക് കൃത്യമായ പഠനങ്ങളും വിവരങ്ങളും നൽകുന്ന ഔദ്യോഗിക ഏജൻസിയാണ് കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് അഥവാ CRS. കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ ഒരു അതീവ രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനെതിരെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ഒരു വമ്പൻ മിലിറ്ററി മിഷൻ അമേരിക്ക ലോഞ്ച് ചെയ്യുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങളും സൈനിക താവളങ്ങളും തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ അമേരിക്ക ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട വിമാനങ്ങളുടെ ലിസ്റ്റ് CRS റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. 4 F-15E സ്ട്രൈക്ക് ഈഗിൾ ഫൈറ്റർ ജെറ്റ്സ്, അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ ബോംബർ ഫൈറ്റർ ജെറ്റുകളിൽ 4 എണ്ണം ഇറാൻ വീഴ്ത്തി. ഇതിലൊരു വിമാനം തകർന്നു വീണപ്പോൾ അതിലെ പൈലറ്റുമാരെ രക്ഷിക്കാൻ വൻ തിരച്ചിൽ നടത്തേണ്ടി വന്ന വാർത്ത വിയോൺ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി ഒരു F-35A ലൈറ്റ്നിംഗ് 2 ലോകത്തിലെ ഏറ്റവും വില കൂടിയ അത്യാധുനിക സ്റ്റെൽത്ത് വിമാനമാണിത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു F-35 വിമാനം ശത്രുരാജ്യം വെടിവെച്ചിടുന്നത്. പിന്നെ A-10 തണ്ടർബോൾട്ട് 2 നിലത്ത് നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന അതിശക്തമായ വിമാനമാണ്. ഇനി 7 KC-135 സ്ട്രാറ്റോ ടാങ്ക് ഏരിയൽ റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ്. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ചു നൽകുന്ന ഈ ഭീമൻ വിമാനങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചത് അമേരിക്കൻ വ്യോമസേനയുടെ നട്ടലൊടിച്ചു. പിന്നെ ഒരു E-3 സെൻട്രിയോവോക്സ് എയർക്രാഫ്റ്റ്, ആകാശത്തെ നിരീക്ഷണ കണ്ണായ ഈ റേഡാർ വിമാനവും ആക്രമിക്കപ്പെട്ടു. MQ-9 റീപ്പർ ഡ്രോണുകളും ഹെവി സപ്പോർട്ട് എയർക്രാഫ്റ്റുകളും, കോടികൾ വിലയുള്ള മാരക ആക്രമണ ഡ്രോണുകളായ 24 റീപ്പർ ഡ്രോണുകളും, പ്രത്യേക ഓപ്പറേഷനുകൾക്ക് ഉപയോഗിക്കുന്ന 2 MC-130J കമാൻഡോ 2 വിമാനങ്ങളും, ഒരു HH-60W ജോളി ഗ്രീൻ ഹെലികോപ്റ്ററും, കടലിലെ നിരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുന്ന വലിയ സർവൈലൻസ് ഡ്രോൺ MQ-4C ട്രൈറ്റൺ ഡ്രോണും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ മൊത്തം 42 വിമാനങ്ങൾ. ചിലത് പൂർണ്ണമായി തകർന്നു, ചിലതിന് ഇനി ഒരിക്കലും പറക്കാൻ പറ്റാത്ത വിധം കനത്ത കേടുപാടുകൾ സംഭവിച്ചു. പെന്റഗൺ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന അനുസരിച്ച് യുദ്ധം ഇപ്പോഴും പൂർണ്ണമായി അവസാനിക്കാത്തതിനാൽ ഈ ലിസ്റ്റ് ഇനിയും നീളാൻ സാധ്യതയുണ്ട്. ശരിക്കും ഈ ലിസ്റ്റ് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് F-35A ലൈറ്റ്നിംഗ് 2 നഷ്ടമാണ്. ഇതിനു മുമ്പ് ഒരിക്കലും ഒരു യുദ്ധത്തിലും ഒരു ശത്രുരാജ്യവും യുഎസിന്റെ F-35 വെടിവെച്ചിട്ടില്ല. ഇത് ലോക സൈനിക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ വായുവിൽ വെച്ച് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നൽകുന്ന 7 KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങളും, നിരീക്ഷണത്തിന്റെ തലച്ചോറായ E-3 സെൻട്രിയോവോക്സ് വിമാനവും തകർക്കപ്പെട്ടു എന്നത് ചെറിയ കാര്യമല്ല. ഇനി ഇതിന്റെ സാമ്പത്തിക വശം നോക്കാം. യുദ്ധം എന്ന് പറയുന്നത് വെറും വെടിയുണ്ടകളുടെ കളി മാത്രമല്ലല്ലോ, പണത്തിന്റെ കളി കൂടിയാണ്. കഴിഞ്ഞ മെയ് 12-ന് നടന്ന ഒരു പ്രധാന പെന്റഗൺ കമ്മിറ്റി ഹിയറിംഗിൽ ആക്ടിംഗ് പെന്റഗൺ കൺട്രോളർ ജൂൾസ് W. ഹേഴ്സ്റ്റ് വ്യക്തമാക്കിയത് ഈ ഇറാൻ യുദ്ധം കാരണം അമേരിക്കൻ മിലിറ്ററിക്കുണ്ടായ ചിലവ് ഏകദേശം $29 ബില്യൺ ആയി ഉയർന്നു എന്നാണ്. ആദ്യം വിചാരിച്ചതിനേക്കാൾ തുക ഇത്രയും കൂടാൻ കാരണം എന്താണ് എന്ന് വെച്ചാൽ, തകർന്ന അത്യാധുനിക വിമാനങ്ങളുടെ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഉദാഹരണത്തിന് ഒരൊറ്റ F-35 വിമാനം റിപ്ലേസ് ചെയ്യണമെങ്കിൽ കോടികൾ വേണം. ഇതുകൂടാതെ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ US കപ്പലുകളും ഡിഫൻസ് സിസ്റ്റങ്ങളും ഉപയോഗിച്ച് മിസൈലുകളുടെ സ്റ്റോക്ക് തീർന്നു തുടങ്ങി. ഇനി മിസൈൽ സ്റ്റോക്കുകൾ വീണ്ടും നിറയ്ക്കണമെങ്കിൽ വൻ തുക വേണം. ഇതിന്റെ ഫലമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരാനിരിക്കുന്ന 2027 സാമ്പത്തിക വർഷത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ഡിഫൻസ് ബജറ്റ് എത്രയാണ് എന്നറിയാമോ? $1.5 ട്രില്യൺ, അതായത് മുൻ വർഷത്തേക്കാൾ 42 മുതൽ 44% വരെ വർധനവാണിത്. അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റ് വർധനവാണിത്.
കൂടാതെ മിഡിൽ ഈസ്റ്റിലെ ഈ ഓപ്പറേഷൻസ് തുടർന്നുകൊണ്ട് പോകാൻ മാത്രം പെന്റഗൺ $200 ബില്യൺ അടിയന്തര ഫണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കൻ നികുതി പണക്കാരുടെ പണം ഇറാന്റെ മണ്ണിൽ ചാരമാവുകയാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇറാന്റെ ആത്മവിശ്വാസം വാനോളം ഉയർന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ എക്സിലൂടെ അമേരിക്കയെ പരസ്യമായി പരിഹസിക്കുകയും താക്കീത് നൽകുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആദ്യമായി വെടിവെച്ചിട്ടത് ഞങ്ങളുടെ ശക്തരായ സായുധ സേനയാണ് എന്ന് ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ യുദ്ധത്തിൽ നിന്നും ഞങ്ങൾ ഒരുപാട് സൈനിക പാഠങ്ങളും അറിവുകളും നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപും കൂട്ടരും വീണ്ടും ഒരു യുദ്ധത്തിനാണ് ഭാവമെങ്കിൽ വരാനിരിക്കുന്നത് ഇതിലും വലിയ സർപ്രൈസുകളായിരിക്കും. ഇറാന്റെ മിലിറ്ററി വക്താവ് മുഹമ്മദ് അക്രമീനിയും ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അമേരിക്ക വീണ്ടും ആക്രമിച്ചാൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. ഇനി നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് പരിശോധിക്കാം. നിലവിൽ യുദ്ധക്കളത്തിൽ താൽക്കാലികമായ ഒരു സമാധാന അന്തരീക്ഷമുണ്ട്. എങ്കിലും ഇരുപക്ഷവും കടുത്ത വാക്കേറ്റത്തിലാണ്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് അമേരിക്ക ഈ യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്നാണ്. ഇറാനെ ഒരിക്കലും ഒരു ന്യൂക്ലിയർ പവർ ആക്കാൻ അനുവദിക്കില്ല എന്നും ട്രംപ് ആവർത്തിച്ചു. അതേസമയം US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇറാനുമായി പാകിസ്ഥാനിൽ വെച്ച് ചില ചർച്ചകൾ നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. എങ്കിലും ചർച്ചകൾ ഇപ്പോഴും അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് സൂചന. ട്രംപ് ഇറാന് 2-3 ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് ഒരു കരാറിലെത്താനായിട്ട്. ഇല്ലെങ്കിൽ വീണ്ടും ശക്തമായ ആക്രമണം ഉണ്ടായേക്കാം. വാൻസ് പറഞ്ഞത് അമേരിക്കൻ സൈന്യം ഇപ്പോഴും ലോക്ക്ഡ് ആൻഡ് ലോഡഡ് അവസ്ഥയിലാണ് എന്നാണ്. ഏത് നിമിഷവും അടുത്ത ആക്രമണം ഉണ്ടായേക്കാം. ഈ യുദ്ധം കാരണം ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് എന്ന് വെച്ചാൽ അത് എനർജി ക്രൈസിസ് ആണ്. പേർഷ്യൻ ഗൾഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ ചാനലായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ബ്ലോക്ക് ആയതോടെ ലോകത്തിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെട്ടു. നൂറുകണക്കിന് ഓയിൽ ടാങ്കറുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. എന്നാൽ ഏറ്റവും പുതിയ സാറ്റലൈറ്റ് വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം ചൈനയുടെ 2 വമ്പൻ ഓയിൽ ടാങ്കറുകൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴി കടന്നിട്ടുണ്ട്. ഇത് യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു നല്ല സൂചനയായി വിപണി കാണുന്നുമുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് ഇസ്രായേലിന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ അടുത്ത ഘട്ട വ്യോമാക്രമണത്തിനുള്ള സംയുക്ത തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര ശാന്തമല്ല. കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയ്ക്ക് ഇറാൻ നൽകിയ ഈ പ്രഹരം ആധുനിക വ്യോമ യുദ്ധത്തിന്റെ രീതികളെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. എത്ര വലിയ അത്യാധുനിക വിമാനമായാലും കൃത്യമായ ഡ്രോൺ മിസൈൽ സാങ്കേതികവിദ്യ ഉണ്ടെങ്കിൽ അതിനെ നിലംപരിശാക്കാം എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടവും വിമാനങ്ങളുടെ തകർച്ചയും ട്രംപ് സർക്കാരിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് അമേരിക്കയിൽ ഉണ്ടാക്കുന്നത്. സൈന്യത്തിന്റെ യുദ്ധസന്നദ്ധയെ ഇത് ബാധിച്ചോ എന്ന ചോദ്യം അവിടെ ഉയർന്നു കഴിഞ്ഞു.